എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപന്റെ ചതി തിരിച്ചറിയുവാണ് ഋതുവും പൂർണിമയൊക്കെ. അങ്ങനെ ഇന്നലത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു. അവസാനം വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ ഋതു ഫോൺ എടുത്തിട്ട് പ്രതാപനെ വിളിക്കുകയാണ്. കാരണം ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാണ് പ്രതാപം കൊടുക്കാനായിട്ടുള്ളത്. അങ്ങനെ ഋതു ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപം കോൾ എടുത്തിട്ട് എന്താ ഋതു കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് ഋതു പറഞ്ഞു, അതെ ഞാൻ വാട്സപ്പില് ആ ജപ്തി നോട്ടീസ് ബാങ്കുകാര് ഇട്ടത് അതൊക്കെ അങ്കിളിന്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാൻ പറയണം. പിന്നീട് പ്രതാപനാ നോക്കി, അല്ല നീ എന്തിനാ എനിക്കിത് ഇട്ടാന്നേ? അത് പിന്നെ അങ്കിൾ എനിക്ക് എത്ര രൂപയെ തരാവുള്ളേ? ദേ ഞാൻ ബാങ്കിൽ അടയ്ക്കേണ്ട പണമൊക്കെ എടുത്തില്ല അങ്കിള് തന്നേ, ബിസിനസ് ചെയ്യാനാന്ന് പറഞ്ഞോണ്ട് അങ്കിൾ അത് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും തിരിച്ചു തന്നിട്ടില്ലല്ലോ. ദേ ആ പണം തന്നില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും, ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുമെന്ന് പറയാം. ജപ്തി ചെയ്യുവാണെങ്കിൽ ജപ്തി കേട്ടറി, ഞാൻ പണമൊന്നും തരാൻ പോകുന്നില്ലെന്ന് പറയാ. എന്ത് പൈസ, ഏത് പൈസ എന്നൊക്കെ പ്രതാപൻ ചോദിക്കണം. പ്രതാപന്റെ തനി നിറം അപ്പൊ പുറത്തു വരുവാണ്. ഒരു നിമിഷം ഋതു ഒന്ന് ഞെട്ടി. അങ്കിൾ എന്ത് വർത്താനാ പറയണേ? ഞാൻ അങ്കിളിന് എത്ര രൂപ തന്നെന്ന് അങ്കിളിന് അറിയാവോ? എപ്പ തന്നു? വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്ടല്ലോ. അങ്കിളെ വെറുതെ തമാശ കളിക്കരുത്, എന്റെ ഈ പണമൊന്നും ഇല്ലാന്ന് പ്രതാപൻ പറയാ. ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, പണമില്ലെന്നോ? അങ്കിൾ എവിടുന്നേലും മേടിച്ചാ? എവിടുന്ന് മേടിച്ചു തരാനിട്ട്? എനിക്ക് അങ്ങനെ കടം വിലയൊന്നും മേടിച്ച് നിനക്ക് തരേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം നീ എനിക്ക് എന്താ തന്നിരിക്കുന്നേ? ഒന്നും ഞാൻ തരാൻ പോകുന്നില്ലെന്ന് പറയാ. ഋതു പറഞ്ഞു, അങ്കിളെ പൂർണിമ ടെക്സ്റ്റൈൽസ് ജപ്തിയാവും, അല്ലെങ്കിൽ തന്നെ 25 ലക്ഷം രൂപ എടുത്ത് ഞാൻ പരസ്യം ചെയ്തോണ്ടാ, അല്ലെങ്കിൽ ആ പൈസ വെച്ചെങ്കിലും എനിക്ക് കുറച്ച് പൈസ അടയ്ക്കായിരുന്നു. ഇപ്പൊ ഒന്നും പറ്റാത്ത സ്ഥിതിയിലെ കാര്യങ്ങളൊക്കെ. എടി നിനക്ക് പൈസ തരാനായിട്ട് എനിക്ക് സൗകര്യമില്ല, നീ കൊണ്ട വേണേ കേസ് കൊടുക്ക്. പൈസ വേണം പോലും. നീ ഒരു കാര്യം ചെയ്യ, എല്ലാം കൂടെ ആ മറ്റവനുണ്ടല്ലോ സേതുമാധവൻ, അവന്റെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെക്കാൻ പറയാ. അത് നടക്കില്ല അങ്കിളെ, കാരണം ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ഞാനാണ്. അപ്പൊ പിന്നെ അങ്ങയുടെ തലയിൽ കെട്ടുവെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അത് മാത്രമല്ല, അങ്കിളിനെ വിശ്വസിച്ചല്ലേ ഞാൻ പണം തന്നേന്ന് ചോദിക്കും. എന്ത് വിശ്വസിച്ച്? എപ്പോ വിശ്വസിച്ച്? വേറെ പണിയൊന്നുമില്ല. മേലെ പണത്തിന്റെ കാര്യം ചോദിച്ചോണ്ട് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തേക്കല്ലേ. പറഞ്ഞ കേട്ടല്ലോ. എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ, ജപ്തി ചെയ്യുവാണെങ്കിൽ ജപ്തി ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപം കോള് കേട്ടുമ്പോ ഋതു തലയ്ക്കടിയേറ്റ പോലെ ഇരിക്കണം. ഋതുവിന് മനസ്സിലായി, ഇത്രയും കാലം താൻ വിശ്വസിച്ച് തന്റെ ഒപ്പം കൂട്ടിയിരുന്ന പ്രതാപൻ ഏത് തരക്കാരനാന്നുള്ള കാര്യം. ഒന്ന് കിട്ടിയാൽ പഠിക്കുമല്ലെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഋതുവിന്. തലയ്ക്ക് നട്ടപ്പുറം കിട്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഋതു. ഒരു പക്ഷേങ്കില് പൂർണിമ ടെക്സ്റ്റൈൽസ് അങ്ങനെ ജപ്തി ചെയ്ത അതോടുകൂടി തീർന്നു. പിന്നീട് പൊന്നുമടത്തിൽ ആകെപ്പട അസ്വസ്ഥപ്പെട്ടിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചും പെറുക്കിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കുറുപ്പമാവൻ വന്നു. കുറുപ്പമാവൻ വന്നപ്പോ പൊടിമച്ച്, എന്ത് പറ്റി? ഈ ഇടയായിട്ടൊന്നും കുറുപ്പേണ്ണ ഈ വഴിക്ക് കാണുന്ന പോലും ഇല്ലോന്ന് പറയാ. എന്തിനാ വരുന്നേ? ഈ പണ്ടൊക്കെയാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ഉത്സാഹമൊക്കെ ഉണ്ടായിരുന്നു മാധവേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത്. പിന്നീട് അതും ഇല്ലെന്നായി. പിന്നെ സേതു വന്നു കഴിഞ്ഞ ശേഷം പിന്നീട് എനിക്ക് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ കുടുംബത്തിൽ വരുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. സേതു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി അതും കൂടെ ഇല്ലാതായെന്ന് പറയാം. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അതിന് കാരണക്കാർ ഞങ്ങളാണോന്ന് ചോദിക്കാം. അങ്ങനെ പറയരുത് പൂർണ്ണിമ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സേതു ഈ കുടുംബത്തിന് വേണ്ടി നല്ലതല്ല ചെയ്തേ. ഒന്നും അല്ലെങ്കിലും അന്ന് അച്ഛന്റെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ പിന്നെ അച്ഛന്റെ കല്യാണം നടക്കുമായിരുന്നോ? ജോത്സ്യര് പറഞ്ഞ പൂർണ്ണിമയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ അച്ഛന്റെ കല്യാണം നടക്കില്ല എന്ന്. ആ സമയത്ത് സേതു അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അത് തെറ്റാന്ന് പറയാനായിട്ട് പൂർണ്ണിമയ്ക്ക് സാധിക്കുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, അത് ആളുടെ അനുമതി ഇല്ലാതെയല്ലേ അവൻ അങ്ങനെ തീരുമാനിച്ചെന്ന് ചോദിക്കാം. അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്ന പൂർണ്ണിമ കൊടുക്കുമായിരുന്നോ? അതൊക്കെ ചോദിക്കാൻ പറ്റിയ സാഹചര്യമൊക്കെ ആയിരുന്നോ? കാരണം മുഹൂർത്തത്തിന് ഇത്തിരി സമയം മാത്രമല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ചോദിക്കാൻ സേതു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു തർക്കമോ പിന്നെ അത് പ്രശ്നമോ അച്ഛൻ്റെ കല്യാണം മുടങ്ങും. അതൊക്കെയല്ലേ സംഭവിക്കാൻ പോന്നേ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലോ എന്ന് പറയാം. അതേടാൻ പൂർണ്ണി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നേ, പിന്നല്ലാതെ. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണേ? അച്ഛന്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടന്നില്ലേ? അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? എന്നിട്ടോ അവസാനം വന്നപ്പോ സേതു ഔട്ടായി പോയെന്ന് പറയാം. ഇത് കേട്ടപ്പോ പൂർണ്ണി പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ? കുറുപ്പേട്ടൻ പറയണേ. ഞാനൊന്നും പറയണില്ല, പൂർണ്ണിമയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ജപ്തി ചെയ്യും. അതിനും കൂടെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാൻ പറയാണ്. ഇത് കേട്ട പൂർണ്ണിമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ജപ്തി ചെയ്യാനോ? എന്തൊക്കെയാ കുറിപ്പിട്ടായി പറയണെന്ന് ചോദിക്കാം. ഋതു ഇതുവരെയായിട്ടും പണവും തിരിച്ചടച്ചിട്ടില്ല. മാധവേട്ടൻ ഉണ്ടായിരുന്നപ്പോഴത്തെ പോലെ എല്ലാ കാര്യങ്ങളെല്ലാം നടക്കണേ. മകള് ഭയങ്കര ബിസിനസ്സുകാരിയാണല്ലോ. അതുകൊണ്ട് പണവും തിരിച്ചടയ്ക്കാത്തോണ്ട് ബാങ്കുകാർ ജപ്തി നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇനി എന്താന്ന് വെച്ചാ അതെ അമ്മയും മക്കളും ചേർന്ന് അങ്ങോട്ട് തീരുമാനിച്ചോ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇങ്ങോട്ടെങ്ങോ ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കുറുപ്പമ്മോൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ. പൂർണ്ണിമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി.
ഇത് ശരിയായ നടപടിയില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് പൂർണ്ണിമ അകത്തേക്ക് ഇരുപ്പുക. പിന്നീട് മുറി പോയിരിക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വരിക. അപ്പൊ 2 മാസത്തിലുള്ള മെഡിസിൻ ഒക്കെ വാങ്ങിച്ചോണ്ടാ പല്ലവി വരുന്നേ. പല്ലവി വന്നിട്ട് പറഞ്ഞു, പൂർണ്ണാമേ 2 മാസത്തിലുള്ള മെഡിസിൻ ഉണ്ടെന്ന് പറയത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ കഴിക്കാനും പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം എടുത്ത് മെഡിസിൻ എടുത്ത് കൊടുക്കണം. എന്നിട്ട് അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങി. ഈ സമയം പൂർണ്ണം വെച്ചു, നിനക്ക് എന്നോടൊന്നും പറയാനില്ലെന്ന് ചോദിക്കാം. പല്ലവി പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ പൂർണ്ണമ്മയോട്? സേതുവേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു പിടിച്ചുവെപ്പ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എപ്പോഴാ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേന്ന് പോലും അറിയത്തില്ല. സേതുവേട്ടന്റെ ബലത്തിലാണ് ഞാൻ നിന്നോണ്ടിരുന്നേ. എപ്പോഴും ഏത് സമയത്തും ഞാൻ ഇറങ്ങാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കണേന്ന് പറയാം. പൂർണ്ണിമ പറഞ്ഞു, നിന്നെ ആരിറക്കി വിടാനാ? ആരും ഇറക്കി വിടാനൊന്നും ഇല്ലെന്ന് പറയണ. അതൊക്കെ പൂർണ്ണാമ്മയുടെ വെറും തോന്നല് മാത്രമല്ലേ? പൂർണ്ണാമ്മ മാത്രമല്ല ഉള്ളത്, വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയാം. ആരും അങ്ങനെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, പണ്ടൊക്കെ ഇവിടെ നിൽക്കാനായിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ സേതുവേട്ടനോടും കൂടെ ഇറങ്ങിയതോടുകൂടി അതങ്ങ് തീർന്നു. പക്ഷെ സേതുവേട്ടന്റെ വില നിങ്ങൾ ആരും മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സേതുവേട്ടൻ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ജപ്തി നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അധികം വൈകാതെ അത് ഉണ്ടാവും. ആ പ്രതാപം വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് കേട്ടില്ലേ? ഒരു പക്ഷേങ്കില് സേതുവേട്ടനോടെ ഉണ്ടായിരുന്ന പ്രതാപം വന്ന് വെല്ലുവിളിക്കായിരുന്നോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ പ്രതാപന് ഭയങ്കര ധൈര്യമാ സേതുവേട്ടൻ ഇവിടെ ഇല്ലാത്തോണ്ട്. ഇത് കേട്ടത് പൂർണ്ണം പറഞ്ഞു, അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ? പൂർണ്ണാമ ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പൂർണ്ണയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച് ചെയ്തോ. അതിന് ഞാന് എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയണേ? ഒരു തെറ്റും ആരും ചെയ്തിട്ടില്ല. സേതുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് ഒരു പക്ഷേങ്കില് സേതുവേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാന്നറിയാലോ? പൂർണിമാമ ഇവിടെ ഉള്ളതുകൊണ്ടാ. അല്ല, പൂർണിമാമ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ സേതുവേട്ടൻ ഇവിടെ നിന്നേനം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തോറ്റുപോയത് ആരാന്നറിയാവോ? മാധവനങ്കളാ തോറ്റുപോയത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ, സേതുവേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരാന്ന്? സേതുവേട്ടന്റെ അച്ഛനല്ലേ കൊണ്ടുവന്നേ. ശരിക്കും പറഞ്ഞ് സേതുവേട്ടന്റെ അച്ഛനെ ഇവിടെ തോറ്റുപോയത്. ഇപ്പം സേതുവേട്ടനും കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞിട്ട് തോറ്റുപോയത് ആരാ? പൂർണ്ണിമയെ തോറ്റുപോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പറഞ്ഞു, ഇനിയിപ്പോൾ അവസാനം കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. സേതുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരിക്കലും ജപ്തി നടപടിയിലേക്ക് കാര്യങ്ങളൊന്നും നീങ്ങത്തില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഋതു തന്നെയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. അവൾ ആരെ അതിനകത്ത് കൈകടത്താൻ സംഭവിച്ചില്ല. അവസാനം ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഞാനും കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, പല്ലവി ഞാൻ എന്ത് പറയാനാ പൂർണ്ണാമേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഓരോരുത്തരുടെ ചതി തിരിച്ചറിഞ്ഞില്ലേന്ന് ചോദിക്കാം. അല്ല, അതിന് ഉള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം. എന്ത്? അതിനൊക്കെ ഞാൻ പോംവഴി കണ്ടിട്ടുണ്ടെന്ന് പറയണം. ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പ്രതാപനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാം. പിന്നെ പ്രതാപനെ വിളിച്ചു ഋതുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിപ്പേട്ടൻ പറഞ്ഞു കാണുമായിരിക്കുമല്ലോ എന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെയാ, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അവന് പണം തരുകയും ചെയ്യുന്നു പറയാം. നോക്കിയിരുന്നു, എപ്പ തന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് പ്രതാപനെ വിളിച്ചിട്ട് പൂർണ്ണിമ കാത്തിരിക്കുക. കുറച്ചേരം കഴിയുമ്പോഴത്തേനും പ്രതാപനും പത്മയും കൂടെ വന്നു. അവരങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രതാപൻ ചോദിച്ചു, ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഫോൺ വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്, അത് പറഞ്ഞാൽ പോരായിരുന്നോ? വെറുതെ ഇങ്ങോട്ട് വരുത്തേക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. പ്രതാപന് ഇരിക്കാൻ പറയാണ്. അങ്ങനെ പ്രധാൻ മനസ്സില്ലാ മനസ്സോടെ അവിടെ കയറി ഇരിക്കുവാണ്. അല്ല, എന്താ വെച്ച കാര്യം? അല്ല, നിനക്കറിയാലോ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ഇപ്പൊ ജപ്തി നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പ്രതാപൻ ചോദിക്കുകയാണ്. നീ ഋതുവിനോട് വാങ്ങിയ പണം അങ്ങ് തിരിച്ചു കൊടുക്കണമെന്ന് പറയാ. ഋതുവിനോട് വാങ്ങിയ പണമാ? ഏത് പണം? എപ്പോ വാങ്ങി? ഞാൻ ആരോടും പയണമൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പറയാ. അതേ പ്രതാപ, ഒരുമാതിരി സ്വഭാവം എടുക്കല്ലേ രാഷ്ട്രീയക്കാരുടെ. ചേച്ചി, ഞാൻ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാ. നീ എന്തൊക്കെയാ പ്രതാപ പറയണേ? എന്റെ പണമൊന്നും ഇല്ലെന്ന് പറയാം. ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവള് ചോദിക്കുമ്പോ നീ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിയതല്ലേ? എത്ര വട്ടം നീ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. അതൊക്കെ അപ്പോഴ്. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ പണമില്ലെന്ന് പറയാം. ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ ചേച്ചി ചെയ്തോളാൻ പറയാണ്. ഇത് കേട്ടപ്പം പൂർണ്ണിമ പറഞ്ഞു, പ്രതാപ് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ജപ്തി ആയിട്ടുണ്ട് പിന്നെയോ? ജപ്തി ആയിട്ടുണ്ട് പിന്നെ എനിക്കെന്താ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പോഴത്തെപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നു പ്രതാപം പറയാം. അല്ലെങ്കിൽ തന്നെ നോർത്ത് വെക്കേ, ഈ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ചേച്ചിക്കൂടെ അവകാശപ്പെട്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പകുതി ഷെയർ നമ്മുടെ കുടുംബത്തിന്റെയാണ്, എനിക്കൂടെ വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നോ? എന്നിട്ടോ എനിക്ക് എന്തെങ്കിലും തന്നോ? അവസാനം കറിവേപ്പിലൂടെ എന്നെ തോണ്ടിക്കിള്ളി കളഞ്ഞില്ലേ? നിങ്ങളുടെ ഭർത്താവായ ആ മാധവമേനന് കാര്യങ്ങളൊക്കെ നോക്കി അന്നേ ഞാൻ മനസ്സ് കുറിച്ചിട്ടാ. ഇനിയിപ്പൊ അത് പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ, എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്തു. പ്രതാപ, നീ എവിടുന്നേലും പണം പലിശയ്ക്ക് മേടിച്ചെങ്കിലും കൊടുക്ക്. എവിടെ നിന്നും മേടിക്കാനായിട്ട് ഒരിടത്തൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല
എന്നും പറഞ്ഞിട്ട് പ്രതാപൻ നൈസായിട്ട് കൈയിട്ട് വാ പത്മേ നമുക്ക് പോവാന്നും പറഞ്ഞ് കറങ്ങണം. പൂർണിമ പുറകെ ചെന്ന് പറയാൻ നോക്കി. പക്ഷെ പ്രതാപം മൈൻഡ് പോലും ചെയ്തില്ല. പൂർണിമ ചതി അങ്ങോട്ട് മനസ്സിലാവുകയാണ്. ഇത്രയും കാലം പ്രതാപം പറഞ്ഞ ഏതാണ്ട് വലിയ കാര്യമൊന്നും പറഞ്ഞിരുന്ന പൂർണിമയാ. ഇപ്പൊ പൂർണിമയ്ക്ക് മനസ്സിലായി തന്റെ ആങ്ങളെ എത്രക്കാരനാന്ന്. പണത്തിന് മീതെ പഴുന്നും പറക്കില്ലെന്ന് പറഞ്ഞാലേ പലേ പറഞ്ഞോളൂ. പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രതാപനൊക്കെ നിലകൊള്ളുന്നതെന്ന്. പണത്തിന്റെ മുകളിൽ അവന് സ്നേഹത്തിന് യാതൊരു വിലയില്ലെന്ന് അത് പൂർണിമ തിരിച്ചറിയാം. ആ സമയത്ത് പൂർണിമ പല്ലവിയോട് തർക്കിച്ചു. അങ്ങനെയൊന്നും അല്ല എന്റെ ആങ്ങളെ നല്ലവനാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ പൂർണിമയ്ക്ക് മനസ്സിലായി അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം. അവൻ അവന്റെ യഥാർത്ഥ സ്വഭാവം കൃത്യസമയത്ത് തന്നെ പുറത്തിറക്കുകയും ചെയ്തു. പിന്നീട് സ്വാതി നേരെ പോണ സമയത്ത് സ്വാതിയുടെ ഫ്രണ്ട് നേഹേനെ കാണുവാണ്. നേഹേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി കുറെ നാളായാലും കണ്ടിട്ടെന്ന് ചോദിക്കുക. നീ ക്ലാസ്സിലൊന്നും കയറാതെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുമല്ലേ നേഹേന്ന് ചോദിക്കുക. അത് പിന്നെ എന്ത് ചെയ്യാനാ, നിനക്കറിയാലോ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലാന്ന്. അല്ല നീ എന്താ സ്വാതി ഇതിലൂടെ എന്ത് ചെയ്യാനെന്ന് പറ. നമ്മുടെ അവിടെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരുത്തരുണ്ടായിരുന്നല്ലോ എന്റെ വല്യേട്ടൻ എന്ന് പറയുന്നത്, സേതുമാധവൻ. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ അതിന്റെ സന്തോഷം ഒന്ന് ആഘോഷിക്കാൻ വന്നെന്ന് പറയണം. സന്തോഷം ആഘോഷിക്കാനാ? അതെ, ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു മൂഡില്ല ഞാനെന്ന് പറയണം. അതിന് പറ്റിയൊരു വൈബുള്ള സ്ഥലം വേണമെന്ന് പറയാം. ആഹാ കൊള്ളാലോ. അല്ല നിന്റെ കസ്റ്റഡിയുടെ ഏതൊരു സ്ഥലം ഉണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ നേഹ പറഞ്ഞു ഉണ്ടോന്നോ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നേഹ കോൾ ചെയ്യുകയാണ്. പിന്നീട് വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു ഒരു സ്ഥലമുണ്ട് പക്കായ, അവിടെ പോയി അടിച്ചു പൊളിക്കാന്ന് പറയണം. എന്നാ ശരി നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടോളാം. ഞാൻ നേരത്തെ മുതൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുമ്പോഴത്തേനൊന്ന് ആഘോഷിക്കണമെന്ന്. അങ്ങനെ ആഘോഷിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. സന്തോഷമായിട്ട് പോയി അങ്ങ് എൻജോയ് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാണ്. ഒരാളൊഴിഞ്ഞ് വീട്ടിലേക്ക് എന്നു. കടൽപ്പുറത്തിന്റെ അടുത്തുള്ളൊരു വീടാണ്. അങ്ങനെ ഇന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ വന്ന് വാതിൽ തുറക്കുന്ന ഇന്ദ്രനെ കണ്ട് സ്വാതി പറഞ്ഞ ആ ഇന്ദ്രൻ നീയോന്ന് ചോദിക്കണം. വാ സ്വാതി കയറി വരാൻ പറയണം. ഇന്ദ്രൻ തന്റെ കഴുകൻ കണ്ണുകൾ വെച്ച് സ്വാതിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. സ്വാതി നേഹയും കൂടെ അകത്തേക്ക് കയറി പോവാ. അതിനിപ്പോ സ്വാതിക്കിട്ട് 8ന്റെ പണിയാ കിട്ടാൻ പോകുന്നത്. അവളുടെ അഹങ്കാരം ചില്ലറയൊന്നും അല്ലായിരുന്നു, നിലത്തൊന്നും അല്ലായിരുന്നു. ഋതു സ്വാതിയൊക്കെ ഓരോരുത്തർക്കായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരാം കേട്ടോ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കണ്ടറിയാം. നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാ വൈകുന്നേരം കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിലാണ് നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെ മഹേഷിന്റെയും ജാനകിയുടെ അബിയുടെയും വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അതിന് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.